ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്പാടുകാരൻ സക്കാഫുണ്ട്, വഹാബ് സക്കാഫ്. അയാളെ മറുപടി എന്താണെന്നറിയോ? ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങൾ വേണമെങ്കിൽ അബൂജാഹിലിനെയും സ്വീകരിക്കും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഈ ചിറിയാണ് മൂപ്പര സലാമത്തിന്റെ ആകത്തുക. ഉസുറും പൊള്ളില്ലാത്തൊരു ചിറിയാണ് ചുറിച്ചും പച്ച നുണ പറഞ്ഞാലും. ഏറ്റവും പുതിയ മറുപടി സുബ്ഹാനല്ലാഹ്. അയാളിങ്ങനെ പറയാണ്, ഞങ്ങൾ നരേന്ദ്രമോദിയെ മാത്രമല്ല, ഞങ്ങൾ പിണറായിനെ മാത്രമല്ല, ഞങ്ങൾ വേണമെങ്കിൽ അബൂജാഹിലിനെയും സ്വീകരിക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. അബൂജാഹിലിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം, പക്ഷേ ഈമാനുള്ളവന് പറ്റുകയില്ല. അബൂജഹലിനെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഓന്റെ കുഫ്രിയത്ത് സ്വീകരിക്കാന്നല്ല. അബൂജഹലിനോട് വ്യക്തിപരമായ വെറുപ്പും ഞമ്മക്കില്ല. കാരണം ആരോടും അങ്ങനെ വ്യക്തിപരമായ വെറുപ്പ് അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചൊന്നിട്ടില്ല. അബൂജഹൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീൻ, ഈ ദീനിനെ ഫാസിക്കുകളും ശക്തിപ്പെടുത്തും, അവരെ കൊണ്ടും ദീന് ശക്തിപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരെയും വ്യക്തിപരമായി നമുക്ക് വെറുപ്പില്ല. അതുകൊണ്ട് വ്യക്തിപരമായി ആരെയും നമ്മൾ മാനിക്കും. ആ നിലക്ക് അബൂജഹലും നമുക്ക് സ്വീകാര്യരാണ്. ഇത് പറഞ്ഞപ്പോ അതിന് നമ്മളെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടി. എന്നാൽ ഇപ്പൊ ഷെയ്ഖ് എന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്നത്? മോലിയർക്ക് അബൂജഹലിനെ സ്വീകരിക്കുന്ന അപകടമാണ്, അത് ഈമാനില്ലാത്ത പരിപാടിയാണ്. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അള്ളാന്റെ ഹബീബ് വരെ അബൂജഹലിനെ സ്വീകരിക്കുകയാണ്. ആരാ പറയുന്നത്? ഷെയ്ഖ്. എന്താ പറയുന്നത്? അള്ളാന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് അബൂജഹൽ വരാൻ വന്നപ്പോ അബൂജഹൽ അള്ളാന്റെ ഹബീബിനെ വെറുപ്പിച്ച ആളാണ്, അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ച ആളാ, അള്ളാന്റെ ഹബീബിനെ കുറ്റപ്പെടുത്തിയ ആളാ എന്ന് പറഞ്ഞിട്ട് ആ അബൂജഹലൊക്കെ മോശാണ്. പക്ഷേ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ അബൂജഹൽ വന്നപ്പോ കസാരട്ടൊടുത്തൊക്കെ മാത്രല്ല, ആ അബൂജഹൽ ഷാൾ അണിയിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കണ വർത്താനം മുരീദിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഷെയ്ഖ്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഈമാനാണ്. ഈമാനിന്റെ അഹ്ലുകാരോട് എത്ര കണ്ട് ബന്ധം ഉണ്ടാകുന്നോ അത്ര കണ്ട് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകും. അതേസമയം നമ്മുടെ ഈമാൻ അത് നശിപ്പിക്കുകയും ഇല്ലാതെയാകുകയും ചെയ്യുന്ന നിഫാഖിന്റെ അഹ്ലുകാരോടുള്ള ബന്ധം, അതാണ് ഇവിടെ പ്രത്യേകമായും ബിദ്അത്തിനെതിരെയുള്ള വിഷയങ്ങൾ നൗഷാദ് അഹ്സനി ഉസ്താദ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, വ്യക്തിപരമായി നമുക്കൊരു പുത്തൻവാദിയോടും ദേഷ്യമല്ല. ആ ക്ലിപ്പ് കൊടുത്ത് അങ്ങാടി കൂടെ കുറെ നടന്നു. ഷെയ്ഖ് പറയുന്നത് എന്താ? ഇതന്നെയാണ് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹം വെറുപ്പൊക്കെ ഉണ്ട്, വ്യക്തികളോടില്ല. ഇതന്നെയല്ലേ ഹക്കീം ഉസ്താദും പറഞ്ഞത്? ഇതന്നെയാണ് അള്ളാന്റെ ദീനും. അതുകൊണ്ട് അബൂജഹലിനോട് വരെ നമുക്ക് അങ്ങനത്തെ വെറുപ്പില്ല. ഷെയ്ഖ് പറയട്ടെ, അതൊരു വ്യക്തിയോടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളല്ല, എല്ലാവരോടും പ്രത്യേകമായ സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും വളരെ സൗഹാർദ്ദത്തിലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുകയും മോശം പറയുകയും ഒക്കെ ചെയ്തിരുന്ന അബൂജഹൽ, അയാൾ ഒരിക്കൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സ്വഹാബത്തിനോട് കൂടിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നപ്പം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിട്ട് സ്വന്തം പുതപ്പ് തോളിലുണ്ടായിരുന്ന ഷാൾ എടുത്തിട്ട് അള്ളാന്റെ റസൂല് വിരിച്ചു കൊടുത്ത് അയാളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു.
എത്ര ഉഷാറുള്ള അബൂജഹലിനെ അള്ളാന്റെ ഹബീബ് സ്വീകരിച്ച്. മുത്തുനബിക്ക് ഈമാൻ കമ്മിണ്ട് നീ പോയത്തക്കാരൻ പറയുമെന്ന് അറിയില്ല. ഏതായാലും ഷെയ്ഖ് തെർബിയത്ത് ചെയ്ത് വരുന്നുണ്ട്. അൽഹംദുലില്ലാ, മൂപ്പര് അയാളെന്നേലും നന്നാക്കി കിട്ടിയാൽ മതി. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കി, ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങൾ ആത്മീയ ഗുരുക്കൾ, മഹാനായ സുൽത്താനുലുലമയും റയീസുലുലമയും അടക്കമുള്ള ഞങ്ങൾ ആത്മീയാചാര്യന്മാർ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പണം ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, അതിനെ ആക്ഷേപിക്കാനും അവഹേളിക്കുവാനും തെരുവിൽ ആര് വന്നാലും അവർ ഞങ്ങൾക്കൊന്നുമല്ല എന്നോർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് പോകല്ല. ഞാന് ഈ കുട്ടിയാള് ചിരട്ടോണ്ട് എങ്ങനെയാ പുട്ടുണ്ടാക്കരുതെന്ന് നിങ്ങൾക്ക് പറഞ്ഞതാണ്. പൊന്മൾ ഉസ്താദ് പറഞ്ഞോ നിങ്ങൾക്ക് തിരിയണല്ലോ. അസ്സലാമു അലൈക്കും. നമ്മളെ നൗഷാദ് മൗലവി പറയുന്നത് വാക്കുകൾ ശ്രദ്ധിക്കണം, അതുപോലെ പറയുന്ന പ്രയോഗങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. മശായിഖന്മാര് അങ്ങനെ പറയുന്നുണ്ട് എന്നാ പറഞ്ഞത്. ആദ്യം അള്ളാഹു ഖുർആനിൽ തന്നെ വളരെ ഗൗരവമായിട്ട് പറഞ്ഞൊരു വിഷയമാണല്ലോ നൗഷാദെ, ഗീബത്ത് നമീമത്ത്. അതിന്റെ മൊത്ത കച്ചവടപ്പങ്ങളല്ല ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളെ കൂടെയുള്ള ഈ 3 ആളുകളും, കുഞ്ഞഹമ്മദ്, താങ്കള്, നമ്മളെ കീശേരി മൗലവി, നിങ്ങൾ 3 ആളും അല്ലേ. അതിന്റെ അടിയിൽ ആരോ 1-2 ആളുകളും കൂടെ നിങ്ങൾക്ക് ചൂട്ട് പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങള് 4-5 ആളുകൾ മാത്രല്ലേ ഇപ്പൊ ഗീബത്തും നമീമത്തും ആയിട്ട് മൊത്തം നടക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ചുറ്റല്ലേ. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണല്ലോ നടക്കുന്നത്. അപ്പോ മശായിഖന്മാര് നിങ്ങളോട് ഇപ്പൊ ഇതാണോ പറഞ്ഞത്, എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ ചീത്ത പറയാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് തന്നെ സാധാരണക്കാര് നിങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ, ഗീബത്ത് വിതരണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളെന്ന്. നമീമത്ത്, ഷരീഫിത്തിനും ഫസാദും മാത്രം വിതരണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളെന്നും, നിങ്ങളെ ഒരു ശരിയായ ഒരു ശൈഖിന്റെ പിന്നിലല്ല, അവരുടെ പിമ്പലം നിങ്ങൾക്കില്ല, നല്ല ശൈഖന്മാര് ഇങ്ങനെയല്ല പഠിപ്പിക്കാന്നില്ല സാധാരണക്കാര് വരെ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴി ശരിയല്ല, അത് ബാത്തിലാണ് എന്ന് ഏത് കുട്ടികൾക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ എല്ലാം എതിരായി മാറുകയാണ്. താങ്കൾ പറയുന്നതെല്ലാം എന്താണോ ആ പറയുന്നതിന്റെ എതിരായിരിക്കും ചിലപ്പോൾ സത്യം. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ചിന്തിക്കാൻ നിങ്ങൾക്ക് കുറെ സമയം വൈകി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി നന്നായി ചിന്തിച്ചാൽ മതി. താങ്കൾ പറഞ്ഞ കളവുകളും താങ്കൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളൊക്കെ, താങ്കളുടെ ഗീബത്തും നമീമത്തിന്റെ ഒക്കെ ഗൗരവവും എത്രമാത്രം ഉണ്ട്. താങ്കൾക്ക് കുറച്ചൊക്കെ പഠിപ്പും കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ കഴിഞ്ഞിരുന്നല്ലോ. പക്ഷെ അതെല്ലാം ബാത്തിലാക്കിയോ താങ്കൾ? ഒന്ന് ആലോചിച്ച് നോക്കുക.